കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് ഗ്യാസ് ടർബൈൻ്റെ വന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ബേസിക് ഗ്യാസ് ടർബൈൻ സൈക്കിൾ, ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനോ ക്ലോസ് സൈക്കിൾ ഗ്യാസ് ടർബൈനോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ്, പക്ഷേ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ആ രണ്ടെണ്ണം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫൈൻഡ് ദ റിക്വയർഡ് എയർ ഫ്യൂൽ റേഷ്യോ ഇൻ എ ഗ്യാസ് ടർബൈൻ. അപ്പോൾ എയർ ഫ്യൂൽ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് മാസ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്യൂൽ എത്രയാണെന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയർ ഫ്യൂൽ റേഷ്യോ വെച്ച് കലോറിഫിക് വാല്യൂ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മൾ ആ കമ്പസ്റ്റൻ ചേമ്പറിൽ നടക്കുന്ന പ്രോസസ്സിലായിരിക്കും നമുക്കിത് കിട്ടുന്നുണ്ടാവുക. ഇൻ എ ഗ്യാസ് ടർബൈൻ ഹൂസ് ടർബൈൻ ആൻഡ് കംപ്രസർ എഫിഷ്യൻസീസ് ആർ. അപ്പം എഫിഷ്യൻസി ഓഫ് എന്താണ് ടർബൈൻ എന്ന് പറയുന്നത് 85ഉം അതേപോലെ കംപ്രസർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ നമുക്കറിയാമല്ലോ. ഒരു എയർ ഗ്യാസ് ടർബൈൻ ഹൂസ് ടർബൈൻ ആൻഡ് കംപ്രസർ എത്ര ഉണ്ടെന്നൊക്കെ വായിച്ചിട്ട് അവസാനം നമുക്ക് എഴുതാം. മാക്സിമം 1 ആണോ 2 ആണോ 3 ആണോ. ദ വർക്കിംഗ് ഫ്ലൂയിഡ് ക്യാൻ ബി ടേക്കൺ ആസ് എയർ. അവിടെ CP തന്നിട്ടുണ്ട്, എയറിൻ്റെ CP തന്നിട്ടില്ലെങ്കിൽ 1.005 എന്ന് എടുക്കുക. ഇവിടെ 1 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു 1.4 എന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമുക്കത് അറിയാവുന്നതാണ്, നമ്മളത് പഠിച്ചു വെച്ചേക്കേണ്ടതാണ്, നമുക്കറിയാം, നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്യാം. വിച്ച് എൻറ്റേഴ്സ് ദ കംപ്രസർ അറ്റ് 1 bar ആൻഡ് 27 degrees Celsius. ദ പ്രഷർ റേഷ്യോ ഈസ് 4 ആൻഡ് ദ ഫ്യൂൽ യൂസ്ഡ് ഹാസ് കലോറിക് വാല്യൂ ഓഫ് ഇത്ര സംതിങ്. അപ്പോൾ കലോറിക് വാല്യൂ എന്ന് പറയുന്നത് CV ഈസ് ഈക്വൽ ടു 4000 എത്രയാണ് 42,000 ആണ് കേട്ടോ. 42,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. ആൻഡ് ഇവിടെ നോക്കിയേ, ദർ ഇസ് എ ലോസ് ഓഫ് 10% ഓഫ് കലോറിക് വാല്യൂ ഇൻ ദി കമ്പസ്റ്റൻ ചേമ്പർ. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വൽ കലോറിക് വാല്യൂ എന്ന് പറയുന്നത് കലോറിക് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ 10% ലോസായി പോയി. 10% ലോസായി പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% പോയെന്ന് പറഞ്ഞാൽ ബാക്കി അവൈലബിൾ ആയിട്ടുള്ളത് എത്ര മാത്രമേ ഉള്ളൂ, 90% ഓഫ് എത്രയാണ് 4200 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 0.9 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക 4200 ചെയ്യുക. 0.9 ഇൻറ്റു 4200 ചെയ്യുന്ന വാല്യൂ അത്രയും കലോറിക് വാല്യൂ മാത്രമേ, അത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ട്വിസ്റ്റാണ്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വേറെ ഒന്നും വലുതായിട്ട് ഇതിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് TS ഡയഗ്രം നമ്മൾ വരച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ TS ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലോവർ പ്രഷറും ഒരു ഹയർ പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കംപ്രഷൻ നടക്കുന്നത് 1 to 2, അത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണെന്ന് പറഞ്ഞു. 2 to 3 എന്ന് പറയുന്നത് അവിടെ എന്ത് നടന്നു, കമ്പസ്റ്റൻ ചേമ്പറിൽ പോയി. 3 to 4 അവിടെ എക്സ്പാൻഷൻ ഇവിടെ നടന്നു, ടർബൈനിൽ നടന്നു. ഇനി കംപ്രസർ എഫിഷ്യൻസിയും ടർബൈൻ എഫിഷ്യൻസിയും ഉള്ളതുകൊണ്ട് 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കും, 2'. 3 to 4 പ്രോസസ്സ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇതെന്താവും 4', ഐസെൻട്രോപ്പിക് ആവത്തില്ല, കർവ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് എഴുതാൻ വേണ്ടിയുള്ളത് ദ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ദ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഈസ് 875 degrees Celsius. ഇവിടുത്തെ ഏറ്റവും വലിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 അല്ല, T2 അല്ല, T4 അല്ല. കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് T3 എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 875 degrees Celsius എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വർക്കിംഗ് ഫ്ലൂയിഡ് ക്യാൻ ബി ടേക്കൺ ആസ് എയർ, അതൊക്കെ ഓക്കെ. വിച്ച് എൻറ്റേഴ്സ് ദ കംപ്രസറിൽ കയറുന്നത് 1 ബാറിലും ഇതാണ്. അപ്പോൾ ഇവിടുത്തെ P1 P4, അതായത് P1ൻ്റെ വാല്യൂ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു P4, അത് സെയിം പ്രഷറിലാണ് ഈ ഒരു ഇത് നടക്കുന്നത്. അപ്പോൾ P1 P4 ഇസ് ഈക്വൽ ടു 1 ബാർ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഇവിടെ കയറുന്ന ടെമ്പറേച്ചർ T1 ഈക്വൽ ടു T4 എന്ന് എടുത്താളായിരുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ T1, ഇവിടുത്തെ ടെമ്പറേച്ചർ വേറെയാണ്. T1 ഈസ് ഈക്വൽ ടു 27 degrees Celsius, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 Kelvin, അത് നമുക്കറിയാം. ദ പ്രഷർ റേഷ്യോ ഈസ് 4, ദാറ്റ് ഈസ് P2 by P1 എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് എഴുതാനായിട്ട് പറ്റും, ഈസ് ഈക്വൽ ടു 4 എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ദ ഫ്യൂൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് MA by MF, അത് കണ്ടുപിടിക്കുക എന്നുള്ള. MA MF കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയത് അവിടുത്തെ ടെമ്പറേച്ചേഴ്സ് അറിയണമെന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ അല്ലേ. കാര്യം നമുക്ക് MA MF വരുന്നത് നമ്മുടെ കമ്പസ്റ്റൻ ചേമ്പറിലാണ്. അവിടുത്തെ കലോറിക് വാല്യൂയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കലോറിക് വാല്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ.
അല്ലെങ്കിൽ എന്താണ് മാസ് ഫ്ലോ റേറ്റ് അല്ല സോറി മാസ് ഓഫ് ദ ഫ്യൂവൽ ഇൻറ്റു ടോട്ടൽ കലോറിഫിക് വാല്യൂ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി എയർ പ്ലസ് മാസ് ഓഫ് ദി ഫ്യൂവൽ ഇൻറ്റു ഇവിടുത്തെ എന്താണ് സി പി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് സി പി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് T3 മൈനസ് T2 ഡാഷ്. ഇവിടെ നിന്ന് എം എഫ് അങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് സി വി ഈസ് ഈക്വൽ ടു എം എ ബൈ എം എഫ് പ്ലസ് 1 ഇൻറ്റു എന്താണ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സാധനമാണേ, ഞാൻ പിന്നെ ഒന്നുകൂടെ എഴുതുന്നേ ഉള്ളൂ, T3 മൈനസ് T2 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നിന്ന് എം എ ബൈ എം എഫ് എന്ന് പറയുന്ന സാധനം മാത്രം നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സി പി ഉണ്ട്, T3 നമുക്ക് തന്നിട്ടുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് T2 ഡാഷ്. T2 ഡാഷ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവും എന്നുള്ളതേ ഉള്ളൂ. കാര്യം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ മനസ്സിലാലോചിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ബാക്കി എം എ ബൈ എം എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എയർ ഫ്യൂൽ റേഷ്യോ, പിന്നെ സി പി അറിയാൻ T2 ഡാഷ് വേണം. T2 ഡാഷ് അപ്പോൾ ഇതുവരെ ചെയ്താൽ മതി, മൊത്തം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വേണ്ട, വർക്ക് ഡൺ കണ്ടുപിടിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. ടർബൈൻ എഫിഷ്യൻസിയൊക്കെ തന്നിരിക്കുന്ന വെറുതെയാണ്, അതിൻ്റെലേക്കൊന്നും പോകണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു അഡീഷൻ കൂടെ വന്നാൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ T1 T2 അറിയാമെങ്കിൽ T2 ബൈ T1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാൻ പറ്റും, അഡയബാറ്റിക് പ്രോസസ്സ്, അതായത് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് അഡയബാറ്റിക് പ്രോസസ്സാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ഐസെൻട്രോപിക് പ്രോസസ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ P2 ബൈ P1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കണ്ടുപിടിക്കണം, T2 കണ്ടുപിടിക്കണം. നമുക്ക് T1 തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിട്ടുണ്ട്, 300 കെൽവിൻ. അപ്പോൾ T2 ഡിവൈഡഡ് ബൈ എന്താണ് 300 കെൽവിൻ ഈസ് ഈക്വൽ ടു P2 ബൈ P1 എത്രയാണ് 4, ദാറ്റ് ഈസ് 4 റേസ് ടു ഗാമ 1.4 മൈനസ് 1 ദാറ്റ് ഈസ് എത്ര കിട്ടും 0.4 കിട്ടും, ഡിവൈഡഡ് ബൈ 1.4. അപ്പോൾ ഇത് T2 കണ്ടുപിടിക്കാൻ ഇത് കൂടി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തത് 4 റേസ് ടു എത്രയാണ് 0.4 ബൈ 1.4 കാൽക്കുലേറ്റ് അടിച്ചു നോക്കുക ഇൻറ്റു എന്താണ് 300 ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ T2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 445 ആണ്, 445.8 കെൽവിൻ എന്ന് വരും. ഇപ്പോൾ T2ൻ്റെ വാല്യൂ അവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കംപ്രസർ എഫിഷ്യൻസി എഴുതാമല്ലോ. കംപ്രസർ എഫിഷ്യൻസി എഴുതുമ്പോഴത്തേക്ക് T2 മൈനസ് T1 ചെറുതാണ്, അപ്പോൾ ചെറിയ സാധനം മുകളിൽ എഴുതുക, T2 മൈനസ് T1 മുകളിലും T2 ഡാഷ് മൈനസ് T1 താഴെ എഴുതുക. ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എളുപ്പത്തില്ലെന്നൊക്കെ പറഞ്ഞത്. ഇത് എന്താണ് ഇതിൻ്റെ മെയിൻ കാരണമെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ T2 ഡാഷ് അൺനോൺ, കംപ്രസർ എഫിഷ്യൻസി എത്രയാണ് 0.8 ആണ്, 0.80% ആകുമ്പോൾ 0.80 ദാറ്റ് ഈസ് 8.8 വിച്ച് ഈസ് ഈക്വൽ ടു T2 എത്രയാണ് 445.8. T1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട് 300 കെൽവിൻ, ദാറ്റ് ഈസ് 300 ഡിവൈഡഡ് ബൈ T2 ഡാഷ് അൺനോൺ ആണ് മൈനസ് T1 എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ ഇതങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ T2 ഡാഷ് മൈനസ് 300 ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ എന്താണ് 445.8 മൈനസ് 300 ഡിവൈഡഡ് ബൈ ഇതൊക്കെ താഴെ വരും 0.8. അപ്പോൾ ഇതിനൊരു വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ T2 ഡാഷ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ ഈ മൈനസ് 300 അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എത്ര കൊടുക്കുക 300 കൊടുക്കുക. ഇപ്പോൾ T2 ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 482. അപ്പോൾ ഇത് 182 ആയിരിക്കും കിട്ടുന്നത്, 482.2. അപ്പം നമുക്ക് T2 ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 482.2 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ T2 ഡാഷും അറിയാമെങ്കിൽ ഇനി ഇക്വേഷൻ 1നെ നമുക്കിങ്ങനെ മാറ്റാം. സി വിയുടെ സ്ഥലത്ത് 42,000 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദർ ഈസ് എ ലോസ് ഓഫ് 10% കലോറിക് വാല്യൂ. അപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ 90% ഓഫ് എത്ര മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, 42,000 മാത്രമേ കിട്ടത്തുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു എം എ ബൈ എം എഫ് പ്ലസ് 1 ഇൻറ്റു എന്താണ് ഇവിടെ ഉള്ളത് സി പി എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.0, അതായത് 1 ഇൻറ്റു T3 എന്ന് പറയുന്നത് എത്രയാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ നമുക്കുണ്ട്. T3 എന്ന് പറയുന്നത് 875 ഡിഗ്രി സെൽഷ്യസ് ആണ്, പ്ലസ് 273 ചെയ്താലേ കെൽവിനിലാവത്തുള്ളൂ. ഇത് T3 മൈനസ് T2 ഡാഷ് എത്ര കെൽവിനാണ് 482.2 കെൽവിനാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇത്രയും കൂടി ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അത് എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. ഇവിടെ നിന്ന് ഇപ്പം ഇതിനെല്ലാം കൂടി ഒരു വാല്യൂ കിട്ടും. അതിങ്ങ് എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എം എ ബൈ നീ പറയണ്ടല്ലോ എം എഫ് പ്ലസ് 1. ഇത് ടെസ്റ്റിന് വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് വാല്യൂ എടുത്ത് തെറ്റിപ്പോൾ എൻ്റെ കൈ അടുത്ത് കാൽക്കുലേറ്ററും ഇല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ ചെയ്യുക, കിട്ടുന്ന വാല്യൂ കൂടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഈ 1 ഇപ്പുറത്ത് വരുമ്പം ഈ ഒരു വാല്യൂ -1 ഇത് +1 വിച്ച് ഈസ് ഈക്വൽ ടു എം എ ബൈ എം എഫ് എന്ന് കിട്ടും. അപ്പോൾ എം എ ബൈ എം എഫിൻ്റെ വാല്യൂ കറക്റ്റ് ആൻസർ ഞാൻ നോക്കി പറയാം.
MA/mf ടെസ്റ്റിൽ ആൻസർ കിടക്കുന്നത് 55.77 എന്നാണ്. അപ്പം എയർ ഫ്യൂൽ റേഷ്യോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എടുത്തെഴുതാം, 56 എന്ന് പറഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് 56 ആണെന്ന് പറഞ്ഞാൽ 56:1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, മാസ് ഓഫ് അതായത് ഇത്ര ഫ്യൂവലിന് ഇത്ര എയർ, ഇത്ര എയറിൽ ഇത്ര ഫ്യൂവൽ കൊണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസാണ് ഇവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ MA/mf കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മാത്രം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതും കൂടെ ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ പ്രോബ്ലംസ് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ in a constant pressure open cyclic gas turbine, air enters at 1 bar and 20 degrees Celsius and leaves the compressor at 5 bar. അപ്പോൾ നമുക്കിവിടെ ഒരു TS ഡയഗ്രാം വരച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രഷറും ഇവിടെ ഒരു പ്രഷറൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഇൻ എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഓപ്പൺ സൈക്കിളിക് ഗ്യാസ് ടർബൈൻ എയർ എൻറ്റേഴ്സ് അറ്റ് 1 bar. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിൻറ്റ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ഈസ് ഈക്വൽ ടു 1 bar ആൻഡ് 20 ഡിഗ്രി സെൽഷ്യസ്. T1 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 273 293 കെൽവിൻ. ലീവ്സ് ദ കംപ്രസർ അറ്റ് 5 bar. അപ്പോൾ ഇത് നേരെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഐസെൻട്രോപിക് കംപ്രഷൻ. ഇപ്പോൾ 2 എന്ന് പറയുന്ന പോയിൻറ്റ്, അപ്പോൾ P2 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് എടുത്തു, 5 bar എന്നിട്ടെടുത്തു. യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ ഫൈൻഡ്. ഇപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം എടുക്കാം. ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ് എൻ്ററിങ് ദ ടർബൈൻ. ഇപ്പോൾ ഇവിടെ ടർബൈനിൽ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പോൾ 3 ആയിരിക്കുമല്ലോ. T3 അത് ഞാൻ വരയ്ക്കാത്തതിന് കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു നോക്കിയിട്ട് വരച്ചു തുടങ്ങാവളെ. 680 ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ പ്ലസ് 273 എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 953 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, T3യുടെ വാല്യൂ അതാണ്. പ്രഷർ ലോസ് ഇൻ ദ കമ്പസ്റ്റിൻ ചേമ്പർ. കണ്ടോ, കമ്പസ്റ്റിൻ ചേമ്പറിൽ പ്രഷർ ലോസ് ഉണ്ട് 0.1 bar. അതായത് ഇതെന്ത് ബാറാണ്, 5 ബാറിൻ്റെ പ്രഷർ ലൈനാണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. P1 എന്ന് പറഞ്ഞാൽ ഇതെന്ത് ബാറിൻ്റെയാണ്, 1 ബാറിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. കമ്പസ്റ്റിൻ ചേമ്പറിൽ പ്രോസസ്സ് നടക്കുന്നത് 2 to 3 ആണ്. ആ 2 to 3 നടക്കുമ്പോൾ എത്ര പെർസെൻറ്റ് 0.1 bar ലോസ് സംഭവിച്ചു. അതായത് ഇവിടെ നിന്ന് എക്സിറ്റ് ഇവിടെ ഇപ്പോൾ 3 ആണെന്ന് വെക്കുക. അപ്പോൾ ആ 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രഷർ ലൈനിൽ നിന്ന് താഴേക്ക് പോയി. ദാറ്റ് മീൻസ് ഇവിടുത്തെ വേറൊരു പ്രഷർ ലൈനിലേക്ക് ഇത് വന്ന് കയറി. ആ പ്രഷർ ലൈനിലെ പ്രഷർ എന്ന് പറയുന്നത് 5 ബാറിൽ നിന്ന് 0.1 പോയാൽ എത്ര ആയിരിക്കും, 4.9 ബാറുള്ള പ്രഷർ ലൈനിലേക്ക് വന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. ചുരുക്കി പറഞ്ഞാൽ P3 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു P2. അതായത് 4.9 bar ആയി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ചെയ്യുന്ന എല്ലാം സെയിം തന്നെ. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യുന്ന ആൻസർ തെറ്റിപ്പോകും. ഞാൻ ഇതാ പറഞ്ഞത്, ചെറിയ ചെറിയ ടിസ്റ്റുകളുണ്ട് നിങ്ങൾ അറിയേണ്ടത്. അത് അതിൻ്റെ സീരിയസ്നെസ്സോടെ ഓരോ പോയിൻറ്റും വായിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലങ്ങളാണ്, വേറെ ഒന്നും ഇതിലില്ല. അപ്പോൾ P3 ഈസ് ഈക്വൽ ടു 4.9 bar. ബാക്കി ചെയ്യുന്ന എല്ലാം പഴയ അതിരി തന്നെ, വേറെ ഒരു മാറ്റവും ഇല്ല. അതായത് സാധാരണ P2 ഈസ് ഈക്വൽ ടു P3 എന്ന് പറഞ്ഞില്ലേ വരുന്നത്. ഇത് P2 ഈസ് നോട്ട് ഈക്വൽ ടു P3. ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എന്തെന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ ഇപ്പോൾ കംപ്രസറിൻ്റെ എഫിഷ്യൻസി, കംപ്രസർ എഫിഷ്യൻസി 85%, പ്രശ്നമൊന്നുമില്ല. ടർബൈൻ എഫിഷ്യൻസി 80%. കമ്പസ്റ്റ്യൻ എഫിഷ്യൻസി പോയി. ഇത് കാണുമ്പോഴേ പോവും, ഒന്നുമില്ല, അതവിടെ കിടക്കട്ട്. നിങ്ങളെ ശല്യം ചെയ്യുന്നൊന്നുമില്ല, അത് കിടന്നോട്ട്. ആവശ്യമുള്ളതൊക്കെ എടുത്താൽ മതി. ആവശ്യമുണ്ട്. ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആൻഡ് CP ഈക്വൽ ടു, CP തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എടുക്കാം. എല്ലാത്തിലും 1.005 എന്ന് പറഞ്ഞെടുത്ത് പിടിപ്പിച്ച് കളയുന്നത് ഗ്യാസിന്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് എയർ സർക്കുലേഷൻ ഓഫ് ദ പ്ലാന്റ് ഡെവലപ്സ് 1665 kilowatts. ദാറ്റ് മീൻസ് പവർ തന്നിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു 1065 kilowatts എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മാസ് ഫ്ലോ റേറ്റ്. എയർ ഫ്യൂവലിൻ്റെ മാസം നമ്മൾ എടുക്കുന്നില്ല എല്ലാത്തിലും. മാസ് ഓഫ് ദ എയർ ഇൻറ്റു നെറ്റ് വർക്ക് ഡൺ അല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പവറിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് മാസ് ഓഫ് ദി എയർ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? പവറിനെ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 to 2 ആയി, 2 to 3 ആയി, 3 to 4 വ്യത്യാസമൊന്നുമില്ല, 3 to 4 നടക്കുന്നു. കംപ്രസർ എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു സാധനം 2' വരും. ടർബൈൻ എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് 4' വരും. ഇനിയിപ്പോൾ കമ്പസ്റ്റൻ എഫിഷ്യൻസി തന്നിട്ടുള്ളതുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് തന്നിട്ടില്ലെങ്കിൽ പ്രഷർ കുറയും, പ്രഷർ വേറെ കണ്ടുപിടിക്കുക, അങ്ങനെ നോക്കരുത്. പ്രഷർ തന്നിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ തന്നെ അത് നടക്കാം. കമ്പസ്റ്റൻ എഫിഷ്യൻസി തന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചിന്തിച്ച് കളയരുത്. കേട്ടോ പ്രഷർ ലോസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ പ്രഷർ P3 എന്ന് പറയുന്ന പ്രഷർ മാറ്റിയെടുത്തത്. ഇനി ചെയ്യുക പഴയ പോലെ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നോക്കിയേ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് T1 T2 എല്ലാം കണ്ടുപിടിക്കണമല്ലോ. T2/T1 ഇത് ഞാൻ ഇനി ചെയ്യൂല. T2/T1 is equal to P2/P1 the whole raised to ചെയ്തേ വെക്കും. ഗാമ 1.4 അല്ലേ, 1.4 മൈനസ് 1/1.4. ഇവിടെ T2 എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. T1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 293 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു P2ൻ്റെ വാല്യൂ ഇവിടെ എടുക്കുമ്പോൾ, അതായത് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇവിടുത്തെ ഔട്ട്പുട്ട് പ്രഷർ എന്ന് പറയുന്നത് 5 bar ആണ്, ഇവിടുത്തെ ഇൻപുട്ട് പ്രഷർ എന്ന് പറയുന്നത് 1 bar ആണ്. the whole raised to 1.4 minus 1/1.4. അത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 1.584. അപ്പോൾ ഇവിടെ നിന്ന് T2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 1.584ൻ്റെ കൂട്ടത്തിൽ 293 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് ചെയ്യുമ്പോഴത്തേക്ക് 464 കെൽവിൻ എന്ന് പറയുന്ന സാധനം കിട്ടും. ഇനി നമുക്ക് T2' കണ്ടുപിടിക്കാൻ കംപ്രസർ എഫിഷ്യൻസി എടുത്തു. T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T2' മൈനസ് T1. ഇത് ഞാൻ ഇനി പറയണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് T2' കിട്ടും. T2'ൻ്റെ വാല്യൂ കംപ്രസർ എഫിഷ്യൻസി എത്രയാണ്? ഇവിടെ 85%. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, T2' കണ്ടുപിടിക്കുക, അത് വിച്ച് ഈസ് ഈക്വൽ ടു 494 കെൽവിൻ. 4 ക്വസ്റ്റ്യനായിട്ട് ചെയ്യുന്നതാണ്, വീണ്ടും അത് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ സമയം കളയുന്നത്, വീഡിയോയിൽ എന്ത് കൂട്ടുന്നത് എന്തിനാണ്? നമ്മളെ ഓരോ സബ്ജക്റ്റിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് അതിൻ്റെ PDF ഉൾപ്പെടെ, പ്രിൻറ്റഡ് ലെക്ചർ നോട്ട് ഉൾപ്പെടെ, സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രിൻറ്റഡ് നോട്ട് ഉൾപ്പെടെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഉൾപ്പെടെ ഒരു സബ്ജക്റ്റ് പാക്കേജായിട്ട് ചെയ്യാനൊരു പരിപാടിയുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ലടേ. നമുക്കത് പിന്നെ ഡെലിവറി ചെയ്താൽ പോലെ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്, നടക്കുമോ എന്തോ. അപ്പോൾ T2' കിട്ടി. ഇനി അടുത്തത് നമുക്ക് T2' കിട്ടി, ഇനി T3 കണ്ടുപിടിക്കണം. T3 കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കേ. ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് എൻ്ററിങ് ദ ടർബൈൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് T3 തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ T3 പിന്നെ വേറെ നമ്മൾ കലോറിക് വാല്യൂ ഒന്നും എടുത്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം, കലോറിക് വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ T3 ഇവിടെ ഉണ്ട്. നമുക്കിനി ഡയറക്റ്റ് 3 to 4ലേക്ക് പോവാം. അപ്പോൾ 3 to 4 പ്രോസസ്സിൽ നമുക്ക് വേണ്ട T4 ആണ്. അപ്പോൾ എന്താണ്? T3/T4 വിച്ച് ഇസ് ഈക്വൽ ടു P3/P4 the whole raised to ഗാമ മൈനസ് 1/ഗാമ. അപ്പോൾ ഇവിടെ നിന്ന് T3 എന്ന് പറയുന്നത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 953 ഡിവൈഡഡ് ബൈ T4 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? P3/P4. P3 എന്ന് പറയുന്നത് P3 ഇവിടെ 5 എന്ന് എടുക്കരുത്, അത്രയേ ഉള്ളൂ. ഈ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പ്രഷർ 5ന് പകരം എത്രയാണ്? മറ്റേ P2 = P3 ആയിരുന്നു, ഇവിടെ P2 not equal to P3 ആണ്. P3 = 4.9 ആണ്. കാര്യം 0.1 ബാർ കുറഞ്ഞതുകൊണ്ട് 5ൽ നിന്ന് 0.1 ബാർ കുറഞ്ഞ 4.9 ബാറേ ഉള്ളൂ. അപ്പോൾ 4.9 ബാർ ഡിവൈഡഡ് ബൈ P4 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 തന്നെയാണ്. ഇവിടെ ഒന്നുമില്ല. P4 = എന്ത് തന്നെയാണ്? P1 തന്നെയാണ്. P1 = P4 ആണ്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. അവിടെ വേറെ ചിലപ്പോൾ എക്സ്പാൻഡഡ് ടു അല്ലെങ്കിൽ എക്സ്പാൻഡഡ് അപ് ടു 1 അല്ലെങ്കിൽ 0.9 ബാർ അതാട്ടോ, അല്ലെങ്കിൽ 1.2 ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ P4 മാറ്റിയെടുക്കും. ഗാമ മൈനസ് 1/ഗാമ. ഇവിടെ നിന്ന് T4 കണ്ടുപിടിച്ചൂടെ? അപ്പോൾ T4 ഒക്കെ മുകളിൽ പോവാം, ഈ വാല്യൂക്ക് താഴെ വരിക. അപ്പോൾ ഇവിടെ നിന്ന് T4 = നിങ്ങൾക്ക് കിട്ടുന്നത് 605 കെൽവിൻ. ഓക്കെ, T4ൻ്റെ വാല്യൂ. ഇനി T4ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ T4' വേണം. ടർബൈൻ എഫിഷ്യൻസി ചെയ്യുമ്പം ശ്രദ്ധിച്ചോളണം, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. നമ്മൾ നേരത്തെ ഓൾറെഡി എഴുതിയതാണ്. വലിയ വാല്യൂ ഇതും ചെറിയ വാല്യൂ ഇതുമാണ്. അപ്പോൾ T3 - T4' മുകളിലാണ് വരുന്നത്. അതായത് ഡാഷ് വരുന്നത് മുകളിൽ വരും, മറ്റേത് താഴെ വരും. ടർബൈൻ എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ടർബൈൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 80%. ദാറ്റ് ഈസ് 0.8
it is equal to T3. T3 is equal to 953 minus T4 dash, which is to be T3 953, T4 605. Okay, then from this equation we can find T4 dash. T4 dash is equal to this T4 dash 674.6 Kelvin. This is 0.8 കൊണ്ട് multiply. This is minus here. Answer. T4 dash. This plus minus here. This minus value minus minus multiple. T4 dash work done by the compressor. Net work done work done by the compressor and Cp into per kilogram. Compressor T2 dash minus T1. Values Cp value substitute T2 dash 205.8 kilojoule per kilogram. Work done by the turbine. Work done by the turbine. Cp into the temperature. Work done by the compressor. Compressor work done work given to the compressor. T3 minus T4 dash. This values substitute. Turbine value substitute 285.1 kilojoule per kilogram. This 200 compressor. Network turbine minus compressor. 285.1 minus 205.8. 79.3 kilojoule per kilogram. Kilojoule per kilogram of air. Ini network we can find mass. Mass flow rate of the air is equal to power by net work done. Power 1065 divided by 79.3. So we have 13.43 kilogram of air flow. Total air flow. But quantity of air. This is the quantity of air circulation. Now we market to this is a mark. This is a substitute mark. Okay. Compressor this substitute. This is 1.5, this is 1.5. Now 3, 5, the answer okay. The heat supplied per kilogram. Second, heat supply. Heat supplied and equation done. Heat supply Cp into temperature difference T3 minus T2 dash. Ana. This heat supply. പക്ഷേ നമുക്ക് അവിടെയാണ് ഇവിടെ ഒരു കമ്പസ്റ്റൻ എഫിഷ്യൻസി പറഞ്ഞേക്കുന്നത്. അതായത് ഈ കിട്ടുന്നത് 85% മാത്രമേ അവിടെ കിട്ടുള്ളൂ. കമ്പസ്റ്റൻ മുഖേന 85% മാത്രമേ എഫിഷ്യൻസി ഉള്ളൂ. ഫുൾ ഇപ്പം ആക്ച്വലി കിട്ടുന്നത് ഈ ഒരു സാധനത്തിൻ്റെ 85% കുറവായിരിക്കും. ഓക്കെ, അപ്പം അവിടെ ആക്ച്വൽ ഹീറ്റ് സപ്ലൈഡ് ഇത്രയല്ല. അപ്പം ആക്ച്വൽ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ, അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ actual heat supplied divided by heat supplied, ideal heat supplied, total heat supply is equal to combustion efficiency. Actually കുറവായിരിക്കും, അല്ലാതെ നമ്മൾ ഐഡിയൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യണം? അയ്യോ ഒന്നുകൂടെ നമുക്ക് അവിടെ ഹീറ്റ് കൊടുക്കുന്ന സാധനം എന്തിനാണ്? കമ്പസ്റ്റൻ ചേമ്പറുണ്ട്, അവിടെ ഫ്യൂവലാണ് ഹീറ്റ് കൊടുക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് റിസീവ് ചെയ്തുകൊണ്ട് പോയ ഹീറ്റാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ സർക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കമ്പസ്റ്റൻ എഫിഷ്യൻസി നമുക്ക് എഴുതണം. കമ്പസ്റ്റൻ എഫിഷ്യൻസി വിച്ച് ഈസ് ഈക്വൽ ടു, ഈ കമ്പസ്റ്റൻ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ആക്ച്വലി ഉള്ളത് CP ഇൻറ്റു ടെസ്റ്റാണ് എന്നെ തെറ്റത്, CP ഇൻറ്റു T3 - T2 ഡാഷാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. നാലോചയ്ക്ക് CP ഇൻറ്റു, അതായത് T3 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതല്ലേ ഇവിടെ എന്താണ് T3 എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്ച്വൽ ടെമ്പറേച്ചറാണ്. T3 എത്രയും തന്നിട്ടുണ്ട് 953, അവിടുത്തെ ആക്ച്വൽ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ഒരു ആക്ച്വൽ ഹീറ്റ് സപ്ലൈ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് അവിടെ ഈ ഫ്യൂവൽ കൊടുത്ത ഹീറ്റ് സപ്ലൈയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫ്യൂവൽ കൊടുത്ത ഹീറ്റ് സപ്ലൈ കണ്ടുപിടിക്കുമ്പം, കാര്യം ടെസ്റ്റിൽ ആക്ച്വൽ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അത് ഫ്യൂവൽ കൊടുത്ത ആക്ച്വലാണ്, അല്ലാതെ ഇവിടെ നിന്ന് എയർ റിസീവ് ചെയ്ത ആക്ച്വൽ അല്ല. ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അതായത് അവിടെ സംഭവിച്ച ആക്ച്വലി നമ്മുടെ ഫ്യൂവൽ കൊടുത്തത് ഹീറ്റ് സപ്ലൈഡ് ഇത്രയാണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വൽ ഹീറ്റ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ എന്താണ് ആക്ച്വൽ ഹീറ്റ് സപ്ലൈഡ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കമ്പസ്റ്റൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ CP ഇൻറ്റു T3 - T2 ഡാഷ് ഡിവൈഡഡ് ബൈ നമ്മുടെ കമ്പസ്റ്റൻ എഫിഷ്യൻസിയും കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ CP ഇൻറ്റു T3 - T2 ഡാഷ് ഡിവൈഡഡ് ബൈ കമ്പസ്റ്റൻ എഫിഷ്യൻസി 0.85 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. വെച്ച് കിട്ടുന്നത് 550.9 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് തെർമൽ എഫിഷ്യൻസി. അത് ഞാൻ പറയണ്ടല്ലോ, എന്താണ് നെറ്റ് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹീറ്റ് സപ്ലൈ എടുത്താൽ മതി. നെറ്റ് വർക്ക് ഡൺ എത്രയാണ് 79.3, ഹീറ്റ് സപ്ലൈഡ് നമ്മൾ 550.9 എന്നും പറഞ്ഞിട്ട് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 14.34%. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവിങ് എന്ത് പഠിക്കാം, മെത്തേഡ്സ് പഠിക്കാം.